കുറച്ചു ദിവസങ്ങളായി നാം ഓരോരുത്തരും ലോകം കണ്ട മഹാദുരന്തത്തിന്റെ വേദനയിൽ മനംനൊന്ത് ജീവിക്കുകയാണ്. ജാതിയും മതവും നോക്കാതെ ഊരും പെരുമറിയാത്ത ആയിരങ്ങളാണ് ദുരന്ത ഭൂമിയിലേക്ക് രക്ഷാപ്രവർത്തനങ്ങളും സഹായങ്ങളുമായി ഒഴുകിയെത്തുന്നത്. ഉരുൾപൊട്ടി തകർന്നടിഞ്ഞ ചൂരൽമലയിലേക്ക് ആദ്യം ഓടിയെത്തി ഇന്നും അവിടെ സജീവമായി രക്ഷാപ്രവർത്തനത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നവരാണ് ഇന്ത്യൻ ആർമി. അതിൽ ഉരുളെടുത്ത വയനാടിന് കരുത്തേകാനെത്തിയ സൈനിക സംഘത്തിൽ മാസ്ക് ധരിച്ച ഒരു ഉദ്യോഗസ്ഥനുണ്ട്. രാജ്യത്തിന്റെ മുൻ കരസേന മേധാവി ജനറൽ ബിപിൻ റാവത്ത്, ദി മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പട്ടാളക്കാരൻ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. 2017 മാർച്ച് 4 കശ്മീരിലെ പുൽവാമയിൽ ഭീകരരെ കീഴടക്കാനുള്ള സേനാ ദൗത്യത്തിനിടെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് സംഘത്തലവന്മാരെ അമർച്ച ചെയ്ത ധീര ജവാൻ മലയാളിയായ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയാണ് കാരുണ്യത്തിന്റെ സേവനത്തിനായി വയനാട്ടിലെത്തിയിരിക്കുന്നത്. ശത്രുക്കളിൽ നിന്ന് തന്റെ രാജ്യത്തെ സംരക്ഷിക്കുക മാത്രമല്ല, അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ കൈത്താങ്ങാവണമെന്ന ഉറച്ച ബോധ്യമുള്ള വ്യക്തിയാണ് ഋഷി. താനൊരു മലയാളിയാണ്, ജന്മദാണിന് തിരികെ നൽകാൻ കഴിയുന്ന സേവനമാണ് ഋഷി വയനാടിനായി ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നെ കടഞ്ഞ ഒരു വെടിയുണ്ട നിങ്ങൾക്ക് നേരെ വരികയുള്ളൂ എന്നത് ഏതൊരു സൈനികനും പറയുന്ന വാക്കാണ്. ഇന്ത്യൻ ആർമി എന്നത് വികാരമാണ്. 2017 കശ്മീരിലെ ദ്രാലിൽ നടത്തിയ ഓപ്പറേഷനിൽ ഋഷിക്ക് തന്നെക്കാൾ വലുത് തന്റെ രാജ്യമായിരുന്നു. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പരിശീലനത്തിൽ നിന്ന് ലഭിച്ച കരുത്താണിത്. ഭീകരാക്രമണത്തെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുമ്പോഴായിരുന്നു ബിപിൻ റാവത്ത് ദി മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന് വിശേഷിപ്പിച്ചത്. തകർന്ന മുഖം നേരെയാക്കുന്നതിന് വേണ്ടി ഇതുവരെ അദ്ദേഹം 23 ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. യു മസ്റ്റ് ഏബിൾ ടു കവർ യുവർ ഡിസബിലിറ്റീസ് ആൻഡ് പ്രൊജക്ട് യുവർ എബിലിറ്റീസ് എന്ന ആശയമാണ് തന്റെ മാസ്കിലൂടെ പ്രതിധ്വനിക്കുന്നതെന്നും കേണൽ ഋഷി പറയുന്നു. മുഴുവൻ സമയം മുഖാവരണം ധരിച്ചാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് കേണൽ ഋഷിയുടെ ജീവിതം. ഒരർത്ഥത്തിൽ രാജ്യസ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും അടയാളമായാണ് മുഖാവരണം. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഋഷി KCBയിലെ ജീവനക്കാരനായിരുന്നു. പിന്നീട് എയർ ഇന്ത്യയിൽ ജോലി കിട്ടി. പക്ഷെ സൈനികനാകണമെന്ന അടങ്ങാത്ത അഭിനിവേശമാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ആർമിയിൽ എത്തിച്ചത്. ജോലിക്ക് വേണ്ടി ആർമിയിൽ ചേരേണ്ട കാര്യമില്ല, രാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ മതി സൈനിക സേവനം എന്നാണ് അമ്മ പറഞ്ഞത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അത് വെറും ഒരു സ്വപ്നമായിരുന്നില്ല, മറിച്ച് സമർപ്പണമായിരുന്നുവെന്ന് അദ്ദേഹം ജീവിതം കൊണ്ട് പിന്നീട് തെളിയിച്ചു. ഋഷി രാജലക്ഷ്മി എന്ന സൈനികന്റെ പോരാട്ട വീര്യത്തെ തകർക്കാനായില്ല വെടിയുണ്ടകൾക്ക്. അന്നുണ്ടായ ഭീകരാക്രമണത്തിൽ 3 വെടിയുണ്ടകളാണ് ഋഷിക്ക് നേരെ ചീറിപ്പാഞ്ഞു വന്നത്. ആദ്യ വെടിയുണ്ട ഹെൽമെറ്റ് തട്ടിത്തെറിച്ചു. അടുത്തത് ഋഷിയുടെ മൂക്കാണ് തകർത്തത്. താടിയെല്ല് തകർത്തുകൊണ്ട് മറ്റൊരു വെടിയുണ്ടയും എത്തി. മാംസം ചിതറി, രക്തം പ്രവഹിച്ചു. മേജർ ഋഷിയുടെ മുഖം തകർന്നു. പരിക്കുകൾ അതിജീവിച്ചെങ്കിലും ആ മുഖം പക്ഷെ പഴയതുപോലെയായില്ല. അന്നു മുതലാണ് ഋഷി മുഖാവരണം ധരിച്ചു തുടങ്ങിയത്. വയനാട്ടിലെ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുമ്പോഴും ധീരതയുടെ അടയാളമായ ആ മുഖാവരണം ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ മുഖത്തുണ്ട്. ആ വർഷത്തെ സ്വാതന്ത്ര്യ ദിനത്തെ ധീരതയ്ക്കുള്ള സേനാ മെഡൽ നൽകിയാണ് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചത്. പരിക്കുകൾ ഭേദമായി ഉടൻ തന്നെ സൈനിക ജീവിതത്തിലേക്ക് അദ്ദേഹം തിരികെ എത്തി. നിലവിൽ 7 വർഷമായി പങ്ങോട് സൈനിക കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥനാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി.